കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി. നിർമ്മല മനസനായി നിന്നിടുമിന്നിൻ മനമിങ്ങനെ വന്നതെന്തേ? ശങ്കയും കൈവിട്ടു പെൺകോല ചെയ്കയോ മംഗളനായ നിൻവേലയിപ്പോൾ? ഭേദമുണ്ടെന്നതിൽ കേവലം പെണ്ണല്ല സോദരിയല്ലോ ഇന്നാരിതാനും. വേളി കഴിഞ്ഞുള്ളൊരുത്സവമല്ലോ ഇക്കാലവും എന്നതുമോർത്തു കാണി. ഭ്രാതാവായി നിന്നതും മാതാവായി നിന്നതും താതനായി നിന്നതും നീ താനത്രേ. നീയൊഴിഞ്ഞാരുമില്ലാശ്രയം കേളിവൾ കാതരി ചിടുവാൻ ഭോജനാഥ. വീരനായുള്ള നീ ഘോരമായി മേഭൂമി നാരിതൻ വങ്കോല ചെയ്യൊല്ലാതെ. ഇത്തരമായുള്ളൊരുക്തികളിങ്ങനെ സത്വരം ചെന്നവൻ ചൊന്ന നേരം പാപനായുള്ളൊരു കംസന്റെ മാനസം പാറയെ പോലെയങ്ങാകയാലേ. പിന്നെയും ചിന്തിച്ചു ചൊല്ലി നിന്നിടിനാൻ ഖിന്നനായി നിന്നവനുണ്മയായി. ദേവകിയല്ലോ നിന്നൂടെ കാലനായി മേവുന്നതെന്നതോ വന്നുതല്ലോ. അഷ്ടമനാകുന്ന ബാലകനല്ലോ നിൻ കഷ്ടതയ്ക്കുന്നു നിമിത്തമെന്നാൾ. പെറ്റിടുന്ന മക്കളെയെല്ലാമേ തെറ്റെന്നു നിൻ കയ്യിൽ നൽകാമല്ലോ. പിന്നെ നീ ചിന്തിച്ചു വേണ്ടതു ചെയ്താലും നിന്നോടെ ഹാനി വരാതവണ്ണം. എന്നതു കേട്ടൊരു കംസന്റെ കോപവും മന്ദമായി വന്നോതേ മെല്ലെ മെല്ലെ. മന്ത്രം കൊണ്ടീശൽ തളർന്നു നിന്നിടുന്ന പന്നകവീരൻ തൻ കോപം പോലെ. രോദിതയായൊരു സോദരി തന്നെയും ആദരവോടങ്ങയച്ചാൻ. പിന്നെ വമ്പൂലി വായിൽ നിന്നമ്പാലെ വീണ്ടുപോയി കമ്പത്തെ പൂണുന്നോരേണം പോലെ. മേവി നിന്നിടുന്ന ദേവകി ദേവി താൻ കേവലം കംസനെ നോക്കി നിന്നാൾ. ചൂഴവും നിന്നിട്ടു കേഴുന്നോരെല്ലാരും കോഴയും തീർത്തു നിന്നൊന്നു വീർത്താർ. ചങ്ങാതിമാരായുള്ളങ്കനമാരെല്ലാം മംഗലമാകെന്നു ചൊല്ലിപ്പൂണ്ടാർ. ആനകദുന്ദുഭീതാനുമന്നേരത്തു മാനിനി താനുമായി മന്നിയാതെ. സുന്ദരമായുള്ള മന്ദിരം പുകിനാർ വന്ദികൾ വാഴ്ത്തുന്ന വാർത്തയുമായി. വേളിയെ തൊട്ടുള്ളൊരുത്സവം തന്നെയും മേളമായി പിന്നെയങ്ങാചരി
പേയറ്റു നിന്നൊരു ജായയും താനുമായി മായം കളഞ്ഞു വസിക്കും കാലം. ശുഭ്രുവായുള്ളൊരു ദേവകീ ദേവിക്കു ഗർഭവുമുണ്ടായി മെല്ലെ മെല്ലെ. അദ്ഭുത കാന്തിയായി ദുർഭകനല്ലാതൊരർഭകനുണ്ടായതെന്നു വന്നു. സൂനുവെ കണ്ടു നിന്നാനന്ദിച്ചിടുന്നോരാനകദുന്ദുഭി ദീനനായി. കണ്ണുനീർ തൂകുന്ന ദേവകി തന്നോടെ കയ്യിൽ നിന്ന നേരം വാങ്ങി നേരെ പെട്ടെന്നു കൊണ്ടുപോയി കംസനു നൽകിനാൻ. പട്ടാങ്ങു ചെയ്യുന്നോരെന്നു ന്യായം എന്നതു കണ്ടോരു കംസൻ താൻ അന്നേരം ചിന്തിച്ചു ചൊല്ലിനാലത്തൽ നീക്കി. മേനിലുണ്ടാകുന്ന ബാലകനല്ലോ എൻ കാലനായി ചാരേ വരുന്നതെന്നാൽ കൊല്ലുന്നേനല്ല ഈ പൈതലേ ഇന്നു ഞാൻ അല്ലലും തീർത്തു വളർത്താലും നീ. ആനകദുന്ദുഭി താനതു കേട്ടപ്പോൾ ദീനത കൈവിട്ടു മാനിച്ചുടൻ. ബാലനെ തന്നെയും ദേവകിക്കായിട്ടു ചാലെ നൽകിടീനാൻ കൊണ്ടുപോയി. പിന്നെയങ്ങെല്ലാരും തന്നോടെ തന്നോടെ മന്ദിരം തന്നിൽ ഇരിക്കും കാലം. ആഗതനായൊരു നാരദൻ കംസനോടാദരവോടു പറഞ്ഞാനപ്പോൾ ബന്ധുവെ തന്നെയും വൈരിയെ തന്നെയും ചിന്തിച്ചു വേണം നീയൊന്നു ചെയ്യുവാൻ. നിന്നോടെ വൈരികളായി നിന്നിടുന്ന വിണ്ണവരല്ലോ ഈ പാരിടത്തിൽ. വിഷ്ണുവിൻ ചൊല്ലാലെ വന്നു പിറന്നിട്ടു വൃഷ്ണികളായി ചമഞ്ഞതിപ്പോൾ. പണ്ടേ നിന്നോടെ വൈരിയായി വേവുന്ന കൊണ്ടൽ നീർവർണ്ണൻ താനിന്നു നേരെ. ദേവകി തന്നോടെ ഗർഭകനായിട്ടു മേവി നിന്നാശു പിറന്നു പിന്നെ. നിന്നെയും നിന്നോടെ ചേവകന്മാരെയും കൊന്നിടുമെന്നതു തെറിനാലും മാഴ്കാതെ നിന്നെ നീ കാത്തുകൊള്ളാകിലോ ആകാതെ പോകമേ ഭോജനാഥ. നാരദനിങ്ങനെ ചൊന്നതു കേട്ടിട്ടു ഘോരനായുള്ളൊരു കംസനപ്പോൾ യാദവന്മാരോടു പോരു തുടങ്ങിനാൻ. വാനവരെന്നതു നന്ദി നേരെ പീഡിതരായവരോരോരോ നാട്ടിലെന്നാടും വേടിഞ്ഞു നടന്നാരെങ്ങും. പിന്നെയാണഞ്ഞവനാനകദുന്ദുഭി തന്നെയും ദേവകി തന്നെയും താൻ ചങ്ങല കൊണ്ടു തളച്ചു നിന്നിടിനാൻ. തങ്ങളിലെ ശെല്ലായെന്നു നന്ദി ഉണ്ടായ ബാലകന്മാരെയും ചെഞ്ചെമ്മേ കണ്ഠം പീരിച്ചു കഴിച്ചാൻ പാപി.
ചിറി നിന്നിടുന്ന കംസനെന്നിങ്ങനെ 6 കീടങ്ങളെ കൊന്നവാറേ. സപ്തമമാകുന്ന ഗർഭവുമുണ്ടായതുത്തമയാകുന്ന ദേവകിക്കോ ലക്ഷ്മീശൻ താനെന്നു ചിന്തിച്ചു ചൊല്ലിനാൻ അക്ഷണം തന്മായ തന്നോടപ്പോൾ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ